Ladies and gentlemen, this is Adesh and welcome to my comedy. ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഒന്നും പറയാനില്ല. നിവിൻ ഓണം, പൊന്നോണം. ക്ലാഷും കപ്പൊന്നും പ്രതീക്ഷിച്ച് ആരും വരണ്ട, എല്ലാം നിവിൻ പോളി തൂക്കിണ്ട്. സോ ഈ സിനിമയ്ക്ക് നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് എടുത്തോ, പിന്നെ കിട്ടിയില്ല എന്ന് വരും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. മണിക്കൂറിൽ 25K ഒക്കെയാണ് ബുക്ക് മൈ ഷോയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എവിടെ പോയി നിൽക്കുന്ന ഒരു പിടിയില്ല. ഫാമിലി ഫീൽ ഗുഡ് ജോണർ, നിവിൻ അണ്ണന്റെ കംഫർട്ട് സോൺ. സോ ആ കംഫർട്ട് സോണിൽ ഒരു പടം വരുന്ന സമയത്ത് അതിന് ക്ലാഷ് വെച്ചോ, കട്ടയും പടം മടങ്ങും. അതിപ്പോ എവന്റെ പടം ഏത് പടം ആയിക്കോട്ടെ, ദിസ് ഈസ് ഹിസ് കോട്ട. ഇത് അങ്ങേരുടെ കോട്ടയാണ് ഈ ഫാമിലി ഫീൽ ഗുഡ് പരിപാടി. അതിന് ക്ലാഷ് വെച്ച് കഴിഞ്ഞാൽ നോക്ക് വേണ്ട. സോറി, വെരി സോറി ടു സേ ഖലീഫ, യു ആർ ജഡ്ജ് ബൈ നൗ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിവിൻ പോളി ഈസ് ബാക്ക്. എടീ സിമ്പിൾ പടം, കിടിലം പടം. സോ നിങ്ങൾക്ക് ഈ വർക്ക് പ്രഷർ, സ്ട്രെസ്, ടെൻഷൻ, ആങ്സൈറ്റി ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് തെറാപ്പിയാണ് ഈ സിനിമ. 2.5 മണിക്കൂർ മാറ്റി വെക്കുക, ഇതിന് ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പോയി എല്ലാം മറന്ന് എൻജോയ് ചെയ്യുക. അത്രയും ചിരിക്കാനുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഒരു പടം കണ്ടിട്ട് ഇത്രയും ഇരുന്ന് ചിരിച്ചിട്ടില്ല. ചിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പെട്ടലി ചിലപ്പോൾ കൊടുക്കും. ഏത് തരം ഓഡിയൻസിന് വേണമെങ്കിൽ എടുത്തു, യു ടേക്ക് യൂത്ത്, ഫാമിലി, എല്ലാവർക്കും പറ്റിയ ഒരു അടിപൊളി പടം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന പടമാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. ഗിരീഷ് ഏടി, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡയറക്ടേഴ്സ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ പടം കണ്ടു കഴിഞ്ഞാൽ ഗിരീഷ് ഏടിയുടെ പേര് ഒരു വീടിന്റെ ചുമരിൽ എഴുതി വെച്ചാൽ കൂടി കണ്ണും പൂട്ടി നമുക്ക് കയറിച്ചെല്ലാം. കാരണം ആ ഒരു ട്രസ്റ്റ് അങ്ങനെ ബിൽഡ് ചെയ്തെടുത്താണ്. അയാം കാതലൻ, പ്രേമലു, സൂപ്പർ ശരണ്യ, അത് മറ്റേ നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ, ഇപ്പൊ അതിലേക്ക് ബത്ലഹേം കുടുംബ യൂണിറ്റ്. കണ്ണും പൂട്ടി നമുക്ക് കയറിച്ചല്ല. ക്വാളിറ്റി സാധനമായിരിക്കും, ഒരിക്കലും അപരാധമായിരിക്കില്ല. ഇപ്പൊ കണ്ടുവരുന്ന കോമാളിത്തരം, ഗിമ്മിക്സ്, ക്യാമിയോ പറഞ്ഞ് വെറുപ്പിക്കല്, അതൊന്നും ഉണ്ടാവില്ല. പ്യുവർ തെറാപ്പി. കുടുകുടാന്നിരുന്ന് ചിരിക്കാം. മാൻ ലവ് യു മാൻ. സോ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് വെരി ഫസ്റ്റ് സീൻ നമ്മുടെ മമിത ബൈജുവിനെ കാണിക്കുന്നു. മമിത ബൈജു ഭയങ്കര ഇമോഷണൽ ആയിരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ആ ഫസ്റ്റ് സീനിന് ഈ സിനിമയുടെ വേർഡിക്റ്റ് അല്ലെ ഔട്ട്കം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഇമോഷൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്കത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നും. നിർവികാരത വാരി വിളമ്പല്ല, ഭയങ്കര ലൈഫുള്ള ഒരു സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. പിന്നീട് അങ്ങോട്ട് നമ്മുടെ നായകൻ നിവിൻ പോളി ആസ് ജസ്റ്റിൻ, മമിത ബൈജു ആസ് ആഷ്ലി. നിവിൻ പോളി ചിരിച്ചാ നമ്മൾ ചിരിക്കും, നിവിൻ പോളി കരഞ്ഞാ നമ്മൾ കരയും. ലാലേട്ടന് ശേഷം ഏറ്റവും കിടിലൻ ചിരിയുള്ള ഒരു മനുഷ്യനാണ് നിവിൻ പോളി. എന്തു രസമെന്നറിയാം മനുഷ്യൻ ചിരിക്കുന്ന കാണുമ്പോ. എന്റെ പൊന്നണ്ണ, നിങ്ങൾ ഈ കംഫർട്ട് സോൺ വിട്ടു പോവല്ലേ. നിങ്ങൾ ഇതിൽ തന്നെ ഒരു 10-100 പടം ചെയ്തോ, ഡെഫിനറ്റ്ലി ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. കാരണം നിവിൻ പോളി ആൻഡ് കംഫർട്ട് സോൺ അത് തരുന്ന ഒരു വൈബ് വേറെ ലെവലാണ്. അതൊരു ഡിഫറെന്റ് ലീഗാണ്. എന്ത് രസമെന്നറിയാം മനുഷ്യന്റെ പെർഫോമൻസ് കാണാൻ. സോ 1-2 പടമായിട്ട് ഈ നിവിൻ പോളി ആയിരുന്നു മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടു ഗുഡ്. സോ ഇതിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗിരീഷ് ഏടിയുടെ യൂഷ്വൽ കുട്ടികളെല്ലാം ഈ പടത്തിലുണ്ട്. ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ട്. നിവിൻ പോളി, സുരേഷ് കൃഷ്ണ, നമ്മുടെ ഗോട്ടിലെ വിജയ് അണ്ണൻ, സംഗീത് പ്രതാപ്, ശൃണ്ട, പിന്നെ മറ്റേ ഗിരീഷ് ഏടിയുടെ യൂഷ്വൽ ആൾക്കാര്. അവരുടെ ഒരു ഗ്യാങ് ഉണ്ട്. ആൻഡ് അവരുടെ വൈബ് ഡിഫറെന്റ് ആണ്. നൈസ് സാധനമാണ്. ഇവര് തമ്മിലുള്ള നോർമൽ കോൺവെർസേഷൻ കേട്ടാൽ തന്നെ നമ്മൾ കുടുകൂടാതിരുന്ന് ചിരിക്കും. ആർട്ടിഫിഷ്യൽ കോമഡി അല്ല, സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോമഡി പരിപാടി. ചിരിച്ച് ചാവും. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഇത്രയും ചിരിച്ചിട്ടില്ല. ഫസ്റ്റ് ഹാഫ് വൺ ഫൺ പരിപാടിയാണ്. വൺ ഫൺ പറഞ്ഞാൽ ചിരിച്ച് മറിയ അത്രയും ഫൺ പരിപാടിയുള്ള ഫസ്റ്റ് ഹാഫ്. ആൻഡ് അതേ സമയത്ത് തന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ്. നൈസായിരുന്നു കേട്ടോ, സ്കോറൊക്കെ നൈസായിരുന്നു. സിനിമയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള സാധനം. അടുപ്പിച്ച് കുറെ പാട്ടുണ്ട്. ഒരു മൊമെന്റിൽ പോലും വെറുപ്പിക്കലായി തോന്നില്ല. അത്രയും രസമാണ്. സോ യൂഷ്വലി നമ്മൾ ഇങ്ങനെ കുറെ കോളേജ് ക്യാമ്പസ് പടങ്ങൾ അല്ലെങ്കിൽ ഫീൽ ഗുഡ് പടങ്ങൾ പറയുമ്പോൾ
അതില് കോമാളിത്തരം കുത്തിക്കയറ്റാണ്. ഒരുത്തൻ മണ്ടനാണ്, തലയിൽ ചാണകമാണ് എന്നുള്ള രീതിയിലായിരിക്കും അവന്റെ പെർഫോമൻസ്. എന്നാൽ ഇത് അങ്ങനെയല്ല, ഇത് നൈസ്. നമുക്ക് ഒരു പോയിന്റിൽ പോലും ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നില്ല. സെക്കൻഡ് ഹാഫ് നോക്കുമ്പോൾ അഗെയിൻ ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അത്യാവശ്യം നല്ല ഇമോഷണൽ സീൻസ് ഉള്ള ഒരു സെക്കൻഡ് ഹാഫ്. ഈ ഫാമിലിക്കൊക്കെ പറ്റിയൊരു ജോണറില്ലേ, കോമഡി, ഇമോഷണൽ സീൻസ്, എല്ലാത്തിന്റെ ഒരു പ്രോപ്പർ മിക്സ്. ഫാമിലിക്ക് മാത്രമല്ല, ഏത് തരം ഓഡിയൻസിനും ഈ പടം വർക്കാവും. സിമ്പിൾ ആയിട്ടൊരു ക്ലൈമാക്സിൽ പടം കഴിഞ്ഞു. അല്ലാതെ ക്യാമിയോ കൂമിയോ അവൻ വരും ഇവൻ എത്തി നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വെറുപ്പിക്കലോ എക്സ്റ്റൻഷൻ പരിപാടിയൊന്നും ഇല്ല. അവിടെ കഴിഞ്ഞു പടം. ഞാൻ യൂഷ്വലി ഒരു പടവും റീവാച്ച് ചെയ്യാറില്ല. തിയേറ്ററിൽ പോയിട്ട് മാക്സിമം ഒരു വട്ടം കാണാറുള്ളൂ. അതിന്റെ മുകളിൽ ഞാൻ എത്ര കിടുവാണെങ്കിലും ഡെഫിനറ്റ്ലി ഞാൻ ഈ പടം ഒന്നും കൂടി കാണാൻ പോകും. ടു ഗുഡ് എ ഫിലിം. പെർഫോമൻസ് വൈസ് നിവിൻ പോളി മാൻ കിട്ടു പെർഫോമൻസ് ആയിരുന്നു. ഏജാതി ലുക്ക്, അങ്ങനെ ചിരിക്കുമ്പോഴന്നെ എന്ത് രസമാണെന്ന് അറിയോ. സാധാരണ ഒരു നാട്ടുമ്പുറത്തുകാരൻ, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ നിവിൻ അടിപൊളിയായി ചെയ്യും. എസ്പെഷ്യലി ഷർട്ടും മുണ്ടും ഇട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ കാണാനുള്ള ഒരു ലുക്ക് വേറെ തന്നെയാണ്. ഈ സിനിമയുടെ ഏറ്റവും കിടിലൻ പെർഫോമർ നിവിൻ പോളി. അങ്ങനെ ഒരു ചാമുണ്ട്, പെട്ടയായിരുന്നു. മമിത ബൈജു, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലേഡിയാണ് മമിത ബൈജു. ഇതിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ഒരു കൊച്ച്. എടേ നിവിൻ പോളി ഏത് ആക്ട്രസിനെ എടുത്തോ, പ്രായം കൂടിയവരാണോ പ്രായം കുറഞ്ഞവരാണോ, എല്ലാവരായിട്ട് നിവിൻ പോളിക്ക് വൺ കെമിസ്ട്രി ആയിരിക്കും. സർവമായാലും മറ്റേ റിയ ഷിബു ആയിട്ട്, ഇതിലും അമിത ബൈജു ആയിട്ടുള്ള കെമിസ്ട്രി ഒക്കെ എന്ത് രസമായിരുന്നു അറിയോ. ഇപ്പൊ അടുത്ത് രുക്മിണി വസന്തായിട്ടൊരു പടം വരുന്നുണ്ട്, അതിലും അണ്ണൻ സ്കോർ ചെയ്യും. മമിത ബൈജു വാസിലും ആസിലും ജനനായകനിലും കണ്ടതൊന്നും അല്ല മമിത ബൈജു. ദിസ് ഇസ് ദ മമിത ബൈജു ഐ പേഴ്സണലി മിസ്ഡ്. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ്. മറ്റേതില് കോമാളിത്തരം ക്യൂട്ട്നെസ് മെഴുകലാണ്. ഇതിൽ ഒരു സീനിൽ പോലും അങ്ങനത്തെ ഒരു മമിത ബൈജുവിനെ കാണാൻ പറ്റില്ല. ചില പോർഷൻസിലൊക്കെ ഭയങ്കര മെച്യൂർഡ് ആയിട്ടാണ് ആൾ പെർഫോം ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഈ റീസെന്റ് ആയിട്ട് മമിത അഭിനയിച്ചിൽ ഏറ്റവും ബെസ്റ്റ്. വാസും ആസും എന്നല്ല, ദിസ് ഇസ് ദ ബെസ്റ്റ്. സംഗീത് പ്രതാപ് ഗോട്ടിലെ വിജയ് അണ്ണൻ നൈസ് ആയിരുന്നു കേട്ടോ. ഇവര് മറ്റേ ബ്രദേഴ്സ് തമ്മിലുള്ള ബോണ്ട് നല്ല രസമായിരുന്നു. മറ്റേ സുരേഷ് കൃഷ്ണ, നമ്മൾ ഇവരുടെ ഒരു ഗ്യാങ് വൻ വൈബാണ്. മറ്റേ നമ്മുടെ നിവിൻ പോളി, സംഗീത് പ്രതാപ്, സുരേഷ് കൃഷ്ണ, സോഷ്യൽ മീഡിയയിലുള്ള രണ്ട് പിള്ളേരൊക്കെ ഉണ്ട്. മറ്റേ ആവേശം പരിപാടിയിലുള്ള, ആവേശം സിനിമയിലുള്ള മറ്റേ പയ്യനൊക്കെ ഉണ്ട്. അവരെല്ലാവരും കൂടി ഒത്തുചേരുമ്പോ വൻ സംഭവമാണ്. ചിരിച്ചിരിച്ച് വീഴും. സുരേഷ് കൃഷ്ണ അടിപൊളിയായിരുന്നു. അങ്ങനെ ചില സമയത്ത് തഗ്ഗൊക്കെ ഉണ്ട്, പെട്ടയായിരുന്നു. മറ്റേ പ്രേമലുവിലെ JK ശ്യാം, ആ പയ്യനുണ്ട്. ആ പയ്യനൊക്കെ അവസാനമായിട്ട് സ്കോർ ചെയ്ത് പോകുന്നുണ്ട്. ഒരാൾ പോലും ഈ സിനിമയിൽ, ഇപ്പൊ മറ്റേ ശ്രിണ്ട വാസ് നൈസ്. ഈ സിനിമയിൽ അഭിനയിച്ച ഒരാൾ പോലും മോശമാക്കിയിട്ടില്ല. എല്ലാവരും നല്ല വൃത്തിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിലെ ഫീൽ ഗുഡ് ജോണറിൽ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പടമാണ്. ആൻഡ് നിവിൻ പോളിയുടെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് പടം, ഗിരീഷ് ഏടിയുടെയും വൺ ഓഫ് ദ ബെസ്റ്റ് പടം. അതാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. സോ ടിക്കറ്റ് കിട്ടുകയെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എടുക്കുക. ബിക്കോസ് ദിസ് ഇസ് പ്യുവർ തെറാപ്പിയാണ്. മാക്സിമം തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. ഇതിന്റെ ഫൈനൽ റണ്ണ് എവിടെ പോയി നിൽക്കുന്നൊന്നും ഒരു പിടിയില്ല. കാരണം നിവിൻ പോളിയുടെ ഇങ്ങനത്തെ കംഫേർട്ട് സോൺ ക്ലിക്ക് ആയി കഴിഞ്ഞാൽ സ്ലീപ്പർ സെൽസ് ഇറങ്ങും. സ്ലീപ്പർ സെൽസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടായ സംഭവം പറയണ്ടല്ലോ. സർവമായായിരുന്നു റീസെന്റ് എക്സാമ്പിൾ. സോ എന്റെ അടുത്ത് ചോദിക്കുകയെന്ന് വെച്ചാൽ എനിക്ക് സർവമായേക്കാളും ഇഷ്ടപ്പെട്ട സിനിമയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. സോ വാച്ച് ഇറ്റ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് ഈസ് ഇൻ തിയേറ്റേഴ്സ്.